ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജ്യാല 2.0. +2 അക്കൗണ്ടൻസി ഓണപരീക്ഷയിൽ AFS കുട്ടികളുണ്ടല്ലോ കുറച്ച് പേര്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം അല്ലാതെ AFS കുട്ടികളുണ്ട്. അവർക്ക് 80-നാണ് എക്സാം വരിക. അപ്പോൾ ആ 80 എക്സാമിൽ AFS ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഫസ്റ്റ് 2 ചാപ്റ്ററാണ് നമുക്ക് എക്സാമിനുള്ളത്. അപ്പോൾ 40 മാർക്കാണ് നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് ഉണ്ടാവുക. അത്യാവശ്യം തിയറി സബ്ജക്റ്റുകളാണിത്. അതുപോലെ തന്നെ അത്യാവശ്യം ജേർണൽ എൻട്രീസ് പഠിക്കാനായിട്ടുണ്ട്. പല സെക്ഷൻ വൈസാണ് ജേർണൽ എൻട്രീസ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ജേർണൽ എൻട്രീസും അതുപോലെ തിയറിയും മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു AFSൻ്റെ വീഡിയോ ആണിത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിയറി മാത്രം പഠിച്ചൊരു 20 മാർക്ക് എങ്ങനെയും നമുക്ക് ഒപ്പിക്കാം. കാരണം 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എങ്കിൽ അത് 20 മാർക്കിൻ്റെ തിയറി നമുക്ക് എങ്ങനെ ഉണ്ടാവും. അതിൽ ബാക്കിയുള്ളത് ജേർണൽ എൻട്രീസിൻ്റെയും പ്രോബ്ലത്തിൻ്റെ ആയിരിക്കും ഉണ്ടാവുക. അല്ലാതെ വേറെ കാൽക്കുലേഷൻസ് കണ്ടുപിടിക്കാനല്ല, കൂടുതലും ജേർണൽ എൻട്രി ആണ് ഇതിൽ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ. ഇവിടെ എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി? +1 ബിസിനസ് സ്റ്റഡീസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എക്സിസ്റ്റിംഗ് കമ്പനി, അതായത് വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ വിത്ത് ക്യാപിറ്റൽ ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ഓർ ന്യൂമറസ് ട്രാൻസ്ഫറബിൾ ഷെയർസ് ടു ക്യാരി ഔട്ട് ദ പർട്ടിക്കുലർ പർപ്പസ് വിത്ത് കോമൺ. അതായത് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും അച്ചീവ് ചെയ്യാനായിട്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കമ്പനീനെ കാണുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കണം, ഷുവറായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഫീച്ചേഴ്സ് പഠിക്കണം, ഷുവറായിട്ട് പഠിക്കണം. ആ ഫീച്ചേഴ്സ് നമ്മൾ നോക്കണം. ഒരു 4-5 എണ്ണം പഠിച്ചിരിക്കുക. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, അതായത് കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ ഉണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ടു ഷെയർസ് എന്ന് വെച്ചാൽ ഒരു ഷെയർ ഹോൾഡേഴ്സിന് അതിൻ്റെ ഷെയർ വേറെ ആൾക്ക് എങ്ങനെ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. കോമൺ സീൽ ഉണ്ടാവും. പെർപ്പച്വൽ സക്സഷൻ എന്ന് പറയുമ്പോൾ അത് കമ്പനി മരിക്കില്ല എന്നാണ് പറയുക. അതായത് എന്തൊക്കെ മെമ്പേഴ്സിന് സംഭവിച്ചാലും എന്ത് ചേഞ്ചൊക്കെ വന്നു കഴിഞ്ഞാലും ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദ കമ്പനീസ് കണ്ടിന്യൂറ്റി. ദെൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇഷ്യൂയിങ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ്. പിന്നെ പലതരം കമ്പനീസ് ഉണ്ട്. ലിമിറ്റഡ് കമ്പനി ഉണ്ട്, ഗ്യാരണ്ടി കമ്പനി ഉണ്ട്, അൺലിമിറ്റഡ് കമ്പനി ഉണ്ട്, പ്രൈവറ്റ് കമ്പനി ഉണ്ട്. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 200 മെമ്പേഴ്സൊക്കെ ഉണ്ടാവാം. പ്രൈവറ്റ് കമ്പനിയും പബ്ലിക്കും തമ്മിൽ ഡിഫറൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. പബ്ലിക് കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്താ പറയുക, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാം, ട്രാൻസ്ഫർ ഇഷ്യൂ ചെയ്യാം, ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ ഒരുപാട് പബ്ലിക് കമ്പനിക്ക് പറ്റും. പക്ഷേ അത് പ്രൈവറ്റ് കമ്പനിക്ക് അതൊന്നും പറ്റില്ല. ഡിഫറൻസ് ചോദിക്കാം കേട്ടോ. ദെൻ 1 person കമ്പനി എന്താണ്? എ കമ്പനി വിച്ച് ഹാസ് ഓൺലി 1 person ആസ് എ മെമ്പർ. അത്രയൊക്കെയാണ് കമ്പനിയുടെ ടൈപ്പ്. പലതരം ടൈപ്പ് ഉണ്ട്. ഒരു 4-5 ടൈപ്പ് കമ്പനി പഠിക്കാം. ദെൻ നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് ഇപ്പോഴാണ് കിടക്കുന്നത്. ദാറ്റ് ഈസ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയർ ചെറുതായി സ്മോളായിട്ട് ഡിഫറെൻ്റായി ഡിവൈഡ് ചെയ്ത് ചെറിയ വാല്യൂ ആയിട്ട് ഓരോരുത്തർക്ക് നമ്മൾ വിൽക്കുക. അതിനാണ് ഷെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഓതറൈസ്ഡ് അപ്പോൾ ആ ക്യാപിറ്റലിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഡിവിഷൻ ഉണ്ട്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, കോൾഡ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഓതറൈസ് എന്ന് വെച്ചാൽ കമ്പനിയുടെ നോമിനൽ ക്യാപിറ്റലാണ്. അതൊരു കമ്പനിക്ക് മാക്സിമം എത്രത്തോളം ഷെയർ ഇഷ്യൂ ചെയ്യാം, ലീഗലി നമ്മൾ രജിസ്റ്റർ ചെയ്ത ആ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ. അതായത് നമ്മൾ ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ 10 കോടിയാണെങ്കിൽ 10 കോടിയുടെ അപ്പുറം നമ്മൾ ഒരിക്കലും കമ്പനിക്ക് ക്യാപിറ്റൽ ഷെയർ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റില്ല. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 10 കോടിയിൽ നമ്മളിപ്പോൾ ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 10 കോടിയിൽ നമുക്കിപ്പോൾ ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം ഷെയർ നമുക്ക് ഇഷ്യൂ ചെയ്യണം. അതിലെല്ലാം ഇഷ്യൂ ചെയ്യണമെന്നില്ല. ഒരു 50,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നതേ ഉള്ളൂ എങ്കിൽ എന്ത് മതി, അതത്ര മതി. അപ്പോൾ ഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ ക്യാപിറ്റലാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ് എന്ന് വെച്ചാൽ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിൽ കുറച്ച് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അതിൻ്റെയും ചെറിയ ഡിവിഷനാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കാരണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതിൽ കുറച്ച് ഭാഗം മാത്രം കോൾ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെയും ചെറിയ ഭാഗമാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. കാരണം എന്താ, അത് നമ്മൾ കോൾ ചെയ്തിട്ട് കുറച്ച് പേര് പൈസ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നു, അതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇപ്പോൾ ഒരു 10 രൂപ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 8 രൂപ ഇഷ്യൂ ചെയ്ത് 7 രൂപ സബ്സ്ക്രൈബ് ചെയ്ത് 6 രൂപ കോൾ ചെയ്ത് 5 രൂപ പെയ്ഡ് അപ്പ് ആക്കി കിട്ടി. കണ്ടോ, അങ്ങനെ കുറച്ചായിട്ട് വരുന്നതാണ് ഓരോ ക്യാപിറ്റലിൻ്റെയും ചെറിയ ഡിവിഷനെയാണ് നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. ദെൻ റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്യാത്ത ക്യാപിറ്റലാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ
ടൈപ്പ് ഓഫ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ +1 പഠിച്ചതാണ് കേട്ടോ. അതൊക്കെ അവിടെ മാത്രമല്ല, നമുക്ക് ഇവിടെ ആവശ്യമാണ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് വെച്ചാൽ അവർക്ക് 2 പ്രിഫറൻസ് റൈറ്റ് ഉണ്ടാവും. എന്താണ്? പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഫിക്സ്ഡ് ആയിട്ട് മന്ത്ലി കിട്ടും. റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈവൻറ്റ്, അതായത് ഏത് ഇവൻറ്റിൽ വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ ഏറ്റവും ആദ്യം ഇവർക്കാണ് ഇവരുടെ ക്യാപിറ്റൽ കൊടുക്കുക. ഈ 2 പ്രിഫറൻഷ്യൽ റൈറ്റ്, അതായത് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റും വൈൻഡിങ് അപ്പിൻ്റെ സമയത്തുള്ള പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഷെയർസിനെ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. കുമുലേറ്റീവ് ഉണ്ട്, നോൺ കുമുലേറ്റീവ് ഉണ്ട്, പാർട്ടിസിപ്പേറ്റിംഗ് ഉണ്ട്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഉണ്ട്, റിഡീമബിൾ, ഇറഡീമബിൾ, കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ. എന്ന് വെച്ചാൽ എന്താ? കുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡിവിഡൻറ്റ് വാങ്ങാതെ അത് കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് കുറേ വർഷങ്ങൾക്ക് ഇങ്ങനെ കുമുലേറ്റ് ചെയ്ത് കൂടി ഒരുമിച്ച് വാങ്ങാം. അങ്ങനെ ചെയ്യാത്തവർ നോൺ കുമുലേറ്റീവ്. പാർട്ടിസിപ്പേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് മാനേജ്മെൻറ്റിലും അതുപോലെ തന്നെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. സർപ്ലസ് പ്രോഫിറ്റൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതിനുള്ള ഒരു അവകാശം ഉണ്ടായിരിക്കും. അതൊന്നും ഇല്ലാത്തവർ നോൺ പാർട്ടിസിപ്പേറ്റ്. റെഡീമബിൾ എന്ന് വെച്ചാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ, ഫിക്സഡ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ അവർക്ക് ഷെയർ റീപേ ചെയ്യാൻ പറ്റും ആ ഒരു ഡേറ്റിൽ കഴിഞ്ഞാൽ. അതല്ല എങ്കിൽ ഇറഡീമബിൾ. കൺവേർട്ടബിൾ എന്ന് വെച്ചാൽ ഷെയർസിനെ നമുക്ക് എത്രയും വേഗം ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർസിനെ അതിലേക്ക് മാറ്റാം. അതാണ് കൺവേർട്ടബിൾ കേട്ടോ. ദെൻ ഇക്വിറ്റി ഷെയർ എന്താണ്? അതൊന്നും വേണമെന്നില്ല. ഇഷ്യൂഡ് അറ്റ് പാർ, നമുക്ക് ഷെയർ വേണമെങ്കിൽ ഇഷ്യൂഡ് അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, 3 രീതിയിൽ ഇഷ്യൂ ചെയ്യാം. ഇനി നമ്മളിതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഈ ജേർണൽ എൻട്രി ആണ് ബേസിക്. നമ്മളിപ്പോൾ കാണിച്ചു തന്നല്ലോ, ഒരു 7 ജേർണൽ എൻട്രി, 8 ജേർണൽ എൻട്രികളുണ്ട്. ഇതിൽ ഓരോ സിറ്റുവേഷൻസ്, അപ്പോൾ ഇതാണ് ഓർഡർ. ഇതിൽ സിറ്റുവേഷൻ അനുസരിച്ച് ഇതിൻ്റെ ഇടയിൽ ഓരോ ജേർണൽ എൻട്രീസ് കയറും. ആദ്യം നമ്മൾ അപ്ലിക്കേഷൻ വേണം റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് 4 സ്റ്റേജ് ഉണ്ട് കേട്ടോ ഷെയറിന്. ആപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് കോൾ ആൻഡ് സെക്കൻഡ് കോൾ. ഇനി സെക്കൻഡ് കോൾ ഇല്ല എങ്കിൽ ഫസ്റ്റ് കോളിൽ നമുക്ക് നിർത്താം. അത് ഡ്യൂ ചെയ്യുക, റിസീവ് ചെയ്യുക, അങ്ങനെ 2 സെക്ഷനായിട്ട് ജേർണൽ എൻട്രി വരുന്നുണ്ട്. ഈ ബേസിക് ജേർണൽ എൻട്രി അതേപോലെ നിങ്ങൾ കാണാപ്പാഠം പഠിക്കാം. ഓക്കെ. ദെൻ എന്താണ് കോൾസ് ഇൻ അരിയർ? കോൾസ് ഇൻ അരിയർ എന്ന് വെച്ചാൽ നമ്മൾ കോൾ ചെയ്തിട്ടും ചിലപ്പോൾ ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സിന് പൈസ ഇല്ലാതെ കമ്പനിക്ക് തരാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആ ഷെയർസാണ് കോൾസ് ഇൻ അരിയർ. കോൾസ് ഇൻ അഡ്വാൻസ്, അവർ മുൻകൂട്ടി നമുക്ക് പേയ്മെൻറ്റ് നൽകുന്നതാണ് കോൾസ് ഇൻ അഡ്വാൻസ്. ഓവർ സബ്സ്ക്രിപ്ഷൻസ് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് 10,000 ഷെയർ ഞങ്ങൾ ഇഷ്യൂ ചെയ്തു, പക്ഷെ നമുക്ക് 15,000 ഷെയർ കിട്ടി. അപ്പോൾ അതെന്താണ്? ഓവർ സബ്സ്ക്രിപ്ഷനാണ്. 5,000 രൂപ നമുക്ക് കുറച്ച് ഓവറായിട്ട് കിട്ടിയതിൽ നമുക്ക് അത്ര ആവശ്യമില്ല. അണ്ടർ സബ്സ്ക്രിപ്ഷൻ വെച്ചാൽ 10,000 ഇഷ്യൂ ചെയ്തു, പക്ഷെ നമുക്ക് 8,000 രൂപയെ വന്നുള്ളൂ, 8,000 ഷെയർസേ വന്നുള്ളൂ. സോ അതെന്താണ്? അണ്ടർ സബ്സ്ക്രിപ്ഷനാണ്. പ്രൊറാറ്റ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ അലോട്ട്മെൻറ്റ് മണി എവറി അപ്ലിക്കൻ്റ് ഈസ് മെയ്ഡ് ഇൻ ദ റേഷ്യോ വിച്ച് ദ നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ്. അതായത് നമുക്ക് എക്സസ് അപ്ലിക്കേഷൻ മണി വന്നു കഴിഞ്ഞാൽ നമ്മളത് പ്രൊറാറ്റ ബേസിൽ കൊടുക്കും. എന്ന് വെച്ചാൽ അവർ ഒരു പ്രൊപ്പോർഷൻ വയ്ക്കും. അതായത് ഇപ്പോൾ 3, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു 100 ഷെയർ ചോദിച്ചവർക്ക് പകുതി, അങ്ങനെ ഒരു പ്രൊപ്പോർഷൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതാണ് പ്രൊറാറ്റ അലോട്ട്മെൻറ്റ്. സെറ്റിക്വിറ്റി ഷെയർ എന്താണ്? സെറ്റിക്വിറ്റി ഷെയർ എന്ന് വെച്ചാൽ ഒരു കമ്പനി അതിൻ്റെ എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ ഡിസ്കൗണ്ട് ബേസിൽ ഒരു കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, അതായത് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയീസിനും അല്ലെങ്കിൽ അവിടുത്തെ മാനേജേഴ്സിനൊക്കെ അതിൻ്റെ ഷെയർ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് ഒരു ഡിസ്കൗണ്ടിലെങ്ങാനും അവർക്ക് അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്യും. അതിനെയാണ് നമ്മൾ സെറ്റിക്വിറ്റി ഷെയർ എന്ന് വിളിക്കുക. ഫോർ ഫ്യൂച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ആണ്. അവിടെ നമ്മൾ നോൺ പേയ്മെൻറ്റ് ഓഫ് മണി, അതായത് ആർക്കെങ്കിലും അലോട്ട്മെൻറ്റ് സ്റ്റേജിലെത്തി പിന്നെ പൈസ അടയ്ക്കാൻ ഷെയർ ഹോൾഡേഴ്സിന് പറ്റിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഷെയർ അവരുടെ ക്യാൻസൽ ചെയ്യാം. ആ ക്യാൻസൽ ചെയ്യുന്നതിനാണ് ഫോർഫീറ്റർ ഓഫ് ഷെയർസ് എന്ന് വിളിക്കാം. ഈ ഫോർഫീറ്റ് ചെയ്ത ഷെയർ അവർക്ക് വേണമെങ്കിൽ വേറെ ആൾക്കാർക്ക് കൊടുക്കാം. വേറെ ആൾക്കാർ തരാൻ പറ്റുമെന്നുള്ളൂ. അപ്പോൾ വേറെ ആൾക്കാർക്ക് കൊടുക്കുകയാണ് എങ്കിൽ അത് റീ ഇഷ്യൂ ആണ്. അതായത് ഫോർഫീറ്റ് ചെയ്ത ഷെയർ നമ്മൾ റീ ഇഷ്യൂ നടത്തും. ഓക്കെ. ഇനി ഇതിലെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൻ്റെ യൂസ് പഠിക്കണം കേട്ടോ. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. മിസ് അത് അതേപോലെ പഠിച്ചാൽ മതി. ഇതിലുണ്ട്, ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അതായത് പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി വ്യത്യാസം പഠിച്ചോളോ. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ സുഖമായിരിക്കും. അതായത് മിനിമം മെമ്പേഴ്സ്, മാക്സിമം നമ്പേഴ്സ്, എത്ര ഡയറക്ടേഴ്സ് വേണം, ഇൻഡെക്സ് ഒക്കെ കമ്പൽസറി, അതുപോലെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസും പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷൻ കൊടുക്കാനൊക്കെ പറ്റുന്നത് പബ്ലിക് കമ്പനിയാണ് കേട്ടോ, പ്രൈവറ്റ് കമ്പനി അല്ല. അത് ശ്രദ്ധിക്കാം.
ഇവിടെ ക്യാപിറ്റൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാപിറ്റലിനെ ഇഷ്യൂഡ്, അൺഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, ഫുള്ളി സബ്സ്ക്രൈബ്ഡ്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇനി നമ്മൾ പറഞ്ഞ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്പാണുള്ളത്? ആദ്യം പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക, ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുക, അലോട്ട്മെൻറ്റ് നടത്തുക. ഇനി എന്താണ് കോൾസ് ഇൻ അരിയർ? ഇറ്റ് മേ ഹാപ്പൻ ദാറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് പേ ദ കോൾ amount of due date. When any shareholders fail to pay the amount due on allotment or any call, such amount is called calls in arrear, unpaid call. അതായത് ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സിന് പൈസ തരാൻ ബുദ്ധിമുട്ടുണ്ട്, തന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോൾസ് ഇൻ അരിയർ. ഓവർ സബ്സ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു. ഇതാണ് പഠിക്കേണ്ട മെയിൻ ക്വസ്റ്റ്യൻ. ഓണപരീക്ഷ മുതൽ ഫൈനൽ എക്സാം വരെ നമുക്കത് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാം. എന്താണ് യൂസ് ഓഫ് ഷെയർ പ്രീമിയം അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം? അതായത് നമ്മൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ വന്ന ആ എമൗണ്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്തൊക്കെ ചെയ്യും? ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്, അതായത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ. ടു റൈറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിക്ക് എപ്പോഴും പ്രിലിമിനറി എക്സ്പെൻസസ് നന്നായി ഉണ്ടാവും. അതായത് കമ്പനി തുടങ്ങുമ്പോൾ ആ എക്സ്പെൻസസ് എല്ലാം ഈ ഒരു എമൗണ്ടിലേക്ക് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യും, എഴുതി തള്ളും. ടു റൈറ്റ് ഓഫ് എക്സ്പെൻസസ് ഓഫ് കമ്മീഷൻ പെയ്ഡ് ഓർ ഡിസ്കൗണ്ട് അലോഡ് ഓഫ് എനി സെക്യൂരിറ്റീസ് ഓഫ് ദി കമ്പനി. ഏതെങ്കിലും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ളതോ റൈറ്റ് ഓഫ് ചെയ്യുമ്പോഴോ അതിൻ്റെ കമ്മീഷൻ കൊടുക്കുമ്പോഴോ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴൊക്കെയുള്ള നമ്മുടെ ചിലവുകൾ എഴുതി തള്ളാൻ. ടു പേ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ഡിബഞ്ചറോ പ്രിഫറൻസ് ഷെയർസോ നമ്മൾ റിഡീം ചെയ്യാം. റിഡീം ചെയ്യുന്ന വെച്ചാൽ തിരിച്ചു കൊടുക്കാൻ നമുക്ക് ഇതിലത്തെ ഫണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ 4 പോയിൻറ്റും പഠിക്കുക എന്തിനൊക്കെയാണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ഫോർ ഫ്യൂച്ചർ എന്നാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ആണ്. സെക്കൻഡ് ചാപ്റ്ററിലെ മെയിൻ തിയറി എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ എന്താണെന്ന് പഠിക്കുക. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് എക്നോളജിങ് എ ഡെപ്റ്റ്, അതായത് ഒരു കടപ്പത്രം നമുക്ക് വിളിക്കുക. അതിനൊരു കോമൺ സീലൊക്കെ ഉണ്ടായിരിക്കും. ദെൻ ഇവിടെ ഒരു ഡിഫറൻസ് പഠിക്കുക, ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഷെയർ എന്ന് പറഞ്ഞാൽ ഓൺഡ് ക്യാപിറ്റലാണ്, ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ബൊറോഡ് ക്യാപിറ്റലാണ്. ഈ ഷെയർ ഉള്ള ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സ് ആയിരിക്കും, ഡിബഞ്ചർ ഉള്ള ആൾക്കാർ ക്രെഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനിയാണ്. ഇവർക്ക് കിട്ടുന്നത് ഡിവിഡൻറ്റ്, ഇവർക്ക് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇവർക്ക് എന്ത് ഗ്യാരണ്ടി അല്ല, റിട്ടേൺ നോട്ട് ഗ്യാരണ്ടി. ഇവിടെ ഗ്യാരണ്ടി ഉള്ളത് ഡിബഞ്ചേഴ്സിനാണ്. പിന്നെ വോട്ടിംഗ് റേറ്റ് ഉണ്ട്, വോട്ടിംഗ് റേറ്റ് ഇല്ല, റെഡീമബിൾ ചെയ്യാം, റെഡീമബിൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു 5 എണ്ണം പഠിക്കണം. ഇവിടെ ഡിബഞ്ചേഴ്സിൻ്റെ ടൈപ്പ് പഠിക്കണം. നമ്മൾ അവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ടൈപ്പ് പറഞ്ഞതുപോലെ തന്നെ ഡിബഞ്ചേഴ്സിൻ്റെ ടൈപ്പ് സെക്യൂർഡ് ഉണ്ട്, അൺസെക്യൂർഡ് ഉണ്ട്, രജിസ്റ്റേർഡ് ഉണ്ട്, ബെയറർ ഉണ്ട്. എന്താണ് സീറോ കൂപ്പൺ ഡിബഞ്ചേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് ഡു നോട്ട് ക്യാരി എനി സ്പെസിഫിക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇല്ലാത്ത ആൾക്കാരെയാണ്, ഡിബഞ്ചേഴ്സിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കുക? സീറോ കൂപ്പൺ ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കുക. നമുക്ക് പിന്നെ റിഡീം ചെയ്യണമെങ്കിൽ ഏതൊക്കെ രീതിയിൽ റിഡീം ചെയ്യാം? അതായത് റിഡീം എന്ന് വെച്ചാൽ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരീഡ്. നമുക്ക് ഡിബഞ്ചറൊക്കെ ഒരു 10 കൊല്ലം 20 കൊല്ലമൊക്കെയാണ് കിട്ടുക. അപ്പോൾ അത്രയും കൊല്ലം കഴിഞ്ഞാൽ റിഡീം ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുന്നതിനാണ് നമ്മൾ ഇതെന്ന് വിളിക്കുന്നത് റിഡീം എന്ന് വിളിക്കുക. പിന്നെ ഡിബഞ്ചർ നമുക്ക് പല രീതിയിൽ ഇഷ്യൂ ചെയ്യാം. ഇഷ്യൂഡ് അറ്റ് പാർ, ഡിമബിൾ അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, ഡിമബിൾ പാർ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ നമുക്കത് റീ ഇഷ്യൂ നടത്താം. അപ്പോൾ ഇത്രയും തിയറീസ് AFS കുട്ടികൾ പഠിക്കുക. ഒരു 20 മാർക്കിൻ്റെ തിയറീസ് ഷുവറാണ്. ഇതിൽ പറഞ്ഞ റിപ്പീറ്റഡ് ആയിട്ട് വന്ന പിന്നെയും പഠിക്കണമെന്ന് പറഞ്ഞ ടോപ്പിക്കുകളുണ്ട്. അതൊക്കെ വേഗം കവർ ചെയ്യുക. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ജേർണൽ എൻട്രീസ് മാത്രം നോക്കുക. ജേർണൽ എൻട്രീസാണ് മെയിനായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാം. ഓക്കെ എവരിവൺ, അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.